ഹായ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമ്മൾ മനുഷ്യർ പിന്നെ പരസ്പര വിശ്വാസവും സ്നേഹമാണല്ലോ പ്രധാനം. പക്ഷെ നമ്മൾ ആരെ എത്രമാത്രം സ്നേഹിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് അതിൻ്റേതായ ഒരു തിരിച്ചടി ലഭിക്കും. ശരിയല്ലേ? നമ്മൾ സ്നേഹിക്കും, മനസ്സറിഞ്ഞ് പലരെയും സ്നേഹിക്കും. അച്ഛനെ, അമ്മേനെ, മക്കളെ, കാമുകനെ, കാമുകിയെ എല്ലാം നാം സ്നേഹിക്കും. പക്ഷേ ഒരു നിമിഷത്തിൽ ചിലപ്പോൾ അവർ നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കുത്തുവാക്കുകൾ പറയുമ്പോൾ എങ്ങനെയുണ്ടാവും? ലോകം അങ്ങനെയാണ്. എന്ത് ചെയ്യാൻ പറ്റൂലേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ സ്നേഹം എങ്ങനെ തിരിച്ചറിയും? അതാരെയും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെ കുറച്ച് നേരം ആരെങ്കിലും ഒന്ന് സോപ്പടിച്ച് സംസാരിച്ച് നമ്മൾ കേൾക്കണം അയാൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അതല്ല സ്നേഹം. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമാണ് നമ്മളെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെയൊക്കെ എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരോട് അവർ നമ്മളെ സഹായിച്ച് നമ്മുടെ കൂടെ, അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി നമ്മുടെ കൂടെ തന്നെ അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് കഴിയുന്ന സഹായം നമ്മളെ ചെയ്ത് നമ്മളെ ചേർത്ത് പിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അവർക്കാണ് യഥാർത്ഥ സ്നേഹമുള്ളത്. അല്ലാതെ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ അടുത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറയുന്നവർ ഒരിക്കലും സ്നേഹമല്ല. അവർ പറയും എനിക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹമാണ്. അതൊരു സ്നേഹമല്ല. മനസ്സിലായോ? അതൊക്കെ ഫേക്കായിട്ടുള്ള സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് നമ്മളോട് സ്നേഹം ഉള്ളവർ എത്ര ദൂരെ ആയാലും നമുക്കൊരാപത്ത് വന്നു എന്ന് പറയുമ്പോൾ ഓടിക്കതച്ച് വന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്നവരും നമ്മളുടെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നവരാണെന്നുണ്ടാവും. അതാണ് സ്നേഹം. അങ്ങനെയുള്ളവരെ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കണം. ഒരിക്കലും കൈവിടരുത്. അതുപോലെ തന്നെ തിരിച്ചും നമ്മൾ അതുപോലെ അവർക്കും അതുപോലെ ഓരോരോ കാര്യങ്ങൾ. പിന്നെ ചിലർ ചെയ്യുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നില്ല എന്നല്ല. പിന്നെ പ്രതിഫലം വാങ്ങാത്ത നന്മകൾ ചെയ്യുന്നുണ്ട്. ഒന്നും ആഗ്രഹിക്കാതെ പോയി ഞാൻ എല്ലാം ചെയ്യും എന്നുള്ളൊരു ആളുകളുണ്ട്. അവരും പോയി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരും നല്ല ആളുകളാണ്. അവർക്ക് ദൈവം നല്ലതേ വരുത്തുന്നു, നന്മകളേ ഉണ്ടാവുള്ളൂ. പക്ഷേ വല്ലാണ്ട് ആക്രാന്തം മൂത്ത് ചെയ്യുന്നവർക്കുണ്ടല്ലോ, ഒരിക്കലും കരുതറില്ല. കിട്ടും, വല്ലാണ്ട് എല്ലാം സമ്പാദ്യം ഉണ്ടാവും. പക്ഷേ നമുക്കൊരു ആപത്ത് വരുന്ന സമയത്ത് ഒരാളുണ്ടാവില്ല നമ്മുടെ കൂടെ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു നേരത്തെ അന്നം ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതായിരിക്കും ഞാൻ പറയുന്നത്. നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മൾ വഴിവൊക്കെ കൂടെ പോകുമ്പോൾ പലരും കൈ നീട്ടുന്നുണ്ട്. അവരുടെ കയ്യിൽ ചിലപ്പോൾ സമ്പാദ്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഒരു രൂപയെങ്കിലും കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം ഞാൻ ചെയ്യാറുണ്ട്. റോഡ് സൈഡിലിരിക്കുന്നവരൊക്കെ അമ്മായി എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ അവർക്ക് ഇല്ലാഞ്ഞിട്ടില്ല, അവരുടെ ആ കിഴികളിൽ പൈസ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ ഒരു തൃപ്തിയാണ്, നമുക്ക് ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ ബൈ.